ഇന്നലെ എം.വി. ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തി സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരളയിൽ ഉപേക്ഷിച്ചതിന്റെ പേരിൽ. പക്ഷെ കേരളയിൽ ഉപേക്ഷിച്ചപ്പോൾ മിക്ക ജനങ്ങൾക്കും സന്തോഷമാണ് ഉണ്ടായത്. അപ്പൊ ഈ ആരോട് മാപ്പ് പറയണമെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്? കേരളത്തിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായുള്ള അതിവേഗ റെയിൽപാത, അത് മെട്രോമാൻ ഇ ശ്രീധരനുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതി, ഒരു വലിയൊരു പദ്ധതി. അത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ്. അല്ലാതെ കേരളയിൽ പോലെയുള്ള ഒരു കേരളത്തിനെ രണ്ടാക്കി വിഭജിക്കുന്ന ഒരു പദ്ധതി പോലെയല്ല ഈ അതിവേഗ റെയിൽപാത. അതായത് കേരളത്തിന്റെ, അതായത് 14 ജില്ലകളെയും അത് ഒരു പാതയായി ഇത്ര മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് 480ഓളം കിലോമീറ്ററുകൾ 3 മണിക്കൂറുകൾ കൊണ്ട് എത്താവുന്ന രീതിയിലുള്ള അതിവേഗ റെയിൽപാതയുടെ പ്രോജക്റ്റാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കേരളയിലെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു സാധാരണക്കാരൻ്റെ വീടടക്കം, അല്ലെങ്കിൽ വീടിൻ്റെ പകുതി അടുക്കള അടക്കം ഒരു കൈയേറിയുള്ള ഒരു ബലം പ്രയോഗിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ആ ഒരു സ്ഥലമേറ്റെടുപ്പും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതായത് ആ മഞ്ഞക്കുറ്റിയുടെ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം. അത് കോട്ടയം മാടപ്പള്ളിയിൽ ഒരു 1.5 വർഷത്തിന് മേളിൽ അവിടെ ഒരു സമരം തന്നെ നടന്നു. അവസാനം UDF സർക്കാർ കയറിയതിന് ശേഷമാണ് ആ ഒരു കേരളയിലെ ആയിട്ടുള്ള എല്ലാവിധ വിജ്ഞാപനങ്ങളും, അല്ലെങ്കിൽ ആ ഒരു കയ്യേറ്റം നടന്ന എല്ലാ ഭൂമി തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ഭൂമി ഒന്ന് ക്രയവിക്രയം ചെയ്യാനുള്ള ഒരു അനുവാദം കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു അവകാശം കിട്ടിയത് ഈ UDF സർക്കാർ വന്നതിന് ശേഷമാണ്. നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, കാസർഗോഡ് നിന്ന് അപ്പം ഒരു കൊട്ടയിലാക്കി ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിറ്റ് വൈകിട്ട് വീട്ടിലെത്തുന്ന രീതിയിലുള്ള ആ ഒരു പ്രസ്താവന. അപ്പം ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്തിന്റെ പേരിലാണ് ഈ കേരളം ഈ ഒരു കേരളിനെ സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം. കാരണം ഇത്രയേറെ പ്രക്ഷോഭം നടന്ന മറ്റൊരു പദ്ധതി ഇല്ല എന്ന് വേണം പറയാൻ. നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതിനെ എതിർത്തിരുന്നില്ല. പക്ഷേ അതേ എതിർത്തിരുന്നത് മുഖ്യതും ഇതിനായിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുണ്ടാക്കിക്കൊണ്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കും. അതായത് മഞ്ഞക്കുറ്റി നമുക്കറിയാം, ഒരുപാട് പേര് ദുരന്തത്തിലാക്കിയ ഒരു സംഭവമാണ് ആ മഞ്ഞക്കുറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിവേഗ റെയിൽ എന്ന് പറയുമ്പോൾ റെയിലിനേക്കാൾ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാതെ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇത് വികസനം, കേരളത്തിന്റെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഇതൊരു വലിയൊരു ഘടകമാകുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള 3 എയർപോർട്ടുകൾ, കരിപ്പൂര്, നെടുമ്പാശ്ശേരി, ട്രിവാൻഡ്രം, അതുപോലുള്ള എയർപോർട്ടുകളും കൂടി കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അതിവേഗ റെയിൽപാത പോകുന്നത്. അതായത് നമ്മുടെ മെട്രോ സിറ്റീസ് ഉണ്ടല്ലോ, ഈ മുംബൈ, ഡൽഹി പോലുള്ള അതുപോലത്തെ ഒരു അതിവേഗ റെയിൽപാതയാണ് നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഈ CPM-കാർ ഈ ഒരു ഉടക്കുമായി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതിവേഗ റെയിൽപാതയെ സ്വീകരിക്കുമെന്നാണ്. ഭാവിയിലേക്കുള്ള ഒരു അവരുടേതായിട്ടുള്ള നടപടികൾ ഇനി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും പക്ഷെ മഞ്ഞക്കുറ്റി ഇട്ടതിന് തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത കണക്ക് നമുക്കറിയാം, എത്ര കോടി രൂപയാണ് എടുത്തത്. ശരിക്കും കൈയിട്ട് വരാൻ പറ്റാത്തതിനൊരു സങ്കടം M.V. ഗോവിന്ദന്റെ സംസാരത്തിലില്ലേ? അല്ല, അതിൽ നിന്ന് എന്തായാലും DPR തയ്യാറാക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടത്തുന്നതിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പങ്ക്, അല്ലെങ്കിൽ ആ ഒരു ആ കമ്പനിയിൽ നിന്നൊരു പങ്ക് ഇവർ എന്തായാലും കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയതിൽ ഒരു അന്വേഷണം വന്നാൽ ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഏതൊക്കെ CPM പ്രവർത്തകർ കുടുങ്ങുമെന്ന് ഭാവിയിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഈ ഒരു കേരളിന്റെ ഒരു വിരുദ്ധ സമിതിയുടെ ആവശ്യപ്രകാരം ആ ഒരു അന്വേഷണം വരികയാണെങ്കിൽ, ഇപ്പോൾ മുമ്പ് പല കാര്യങ്ങളിലും ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒരു അന്വേഷണം വന്നാൽ ഉറപ്പായിട്ടും ഒരു CPM-ന്റെ മെയിൻ തലകൾ അവർ കുടുംബമെന്നുള്ള ഉറപ്പാണ്. ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം, റെയിലിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പം അതിവേഗ റെയിൽ. സ്ഥലം പോലും അധികം ആവശ്യമില്ല. അപ്പം ഇത് സക്സസ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളം വേറൊരു തലത്തിലേക്ക് പോവുകയാണല്ലോ. അതെ, നമ്മുടെ കേരളത്തെ ഒരു മെട്രോ സിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി പോലെ അല്ലെങ്കിൽ മുംബൈ പോലെ ഒരു വികസനം എത്തിയ അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഒരു നഗരമാക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമല്ലേ. അതായത് ഇപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് പോയാൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഓരോ സിറ്റികളിലും കാണാൻ കഴിയും. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഉയർത്താൻ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു വികസനത്തിന്റെ ചവിട്ടുപടിയായിട്ടായിരിക്കും ഈ ഒരു അതിവേഗ റെയിൽപാത വരുന്നത്.
അപ്പം മെട്രോമാൻ ഈ ശ്രീധരനെ പോലുള്ളവരാണ് ഇതിൽ കൊണ്ടുവന്നത്. ഇത് പക്ഷേ ഇതുവരെ സർക്കാർ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നടപ്പായാൽ നല്ലതായിരിക്കും. ശ്രീധരനെ പോലുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോവാം. അദ്ദേഹത്തിന്റെ ആ ഒരു മെട്രോ എന്നുള്ള ഒരു ആശയം, അതിലൂടെയാണ് മെട്രോമാൻ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് വന്നത്. അതിനു മുമ്പ് വരെ മറ്റു പല പ്രോജക്റ്റുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നേതൃത്വത്തിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിലെ ഒരു പ്രോജക്റ്റുകൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ വരുന്ന ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിന് മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വികസിത കേരളത്തിലേക്കൊരു കൈ പിടിച്ച് ഉയർത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇന്നലെ MV ഗോവിന്ദ പറഞ്ഞു ഈ റെയിൽ അതിവേഗ റെയിൽ വന്നാൽ തങ്ങൾ തടസ്സം നിൽക്കത്തില്ല എന്ന്. അപ്പം തടസ്സം നിന്നാൽ ഇനിയും ജനങ്ങളുടെ അടുത്തു നിന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പേടിച്ചായിരിക്കുമോ? തീർച്ചയായും ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഭരണം മതിയായി എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി UDF സർക്കാരിനെ മുകളിലേക്ക് കയറ്റിയിരുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ ഒരു ഭരണം ലഭിച്ചതിന് ശേഷം, അതായത് UDF അധികാരത്തിൽ ഏറിയതിനു ശേഷവും ഈ അക്രമ പരമ്പരകൾ തുടർന്നു വരികയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു അതിവേഗ റെയിൽപാതയ്ക്കെതിരെ ഇവരൊരു സമരമായിട്ട് ചുവന്നുകൊടിയെടുത്ത് ആ ഒരു പരിസരത്തേക്ക് വന്നാൽ നാട്ടുകാരടക്കം കൈവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇത് ജനത്തിന്റെ ആവശ്യമാണ്. അതായത് നമ്മുടെ ബൈ റോഡായാലും അല്ലെങ്കിൽ റെയിലായാലും എന്തുമാത്രം കൺജസ്റ്റഡ് ആയിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഓരോ മനുഷ്യർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു കുറച്ചെങ്കിലും ഒരു സക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യുക എന്നല്ലെങ്കിൽ അത് ജനങ്ങളുടെ അവകാശമാണ്. ഇപ്പോൾ മുമ്പ് വന്ദേ ഭാരത് വന്നപ്പോഴും ഇതുപോലെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. ആ ഒരു വന്ദേ ഭാരതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കൂടുതലുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഈ ഒരു അതിവേഗ റെയിൽപാത വരുകയാണെങ്കിൽ അതൊരു പക്ഷേ ആ ഒരു വന്ദേ ഭാരതിന് ബദലാവാൻ സാധ്യതയുണ്ട്. അത്രയും ഇപ്പോൾ നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നാൽ ഇപ്പോൾ ആ ഒരു അതിവേഗ റെയിൽപാത ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ എളുപ്പത്തിലെത്താൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അവർ തന്നെ പറഞ്ഞു 3-4 മണിക്കൂറിൽ എത്തിക്കുമെന്ന്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ട്രാഫിക്കിൻ്റെ അവസ്ഥ. മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര ട്രാഫിക്കാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിനും ജോലിക്കും വേണ്ടിയൊക്കെ പോകുന്നവർക്ക് ഈ റെയിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം അവർ CPM-കാർ ഇതിന് തടയിട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അത് പ്രശ്നം. അല്ല, ശരിക്കും ഇനി CPM അല്ലെങ്കിൽ LDF എന്നുള്ള പാർട്ടിയുടെ ഒരു ആശയം തന്നെ ഈ ഒരു പരാജയത്തോടെ തീർന്നു. അത് ഇനി അവരുടെ ഒരു നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി UDF സർക്കാരിൻ്റെ ഒരു വലിയൊരു നേതൃത്വം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഉള്ള ഒരു ആവശ്യകത CPM-ന്റെ ഒരു ആവശ്യകതയില്ല. ഈ സമരം വിളിച്ചും അക്രമങ്ങൾ കാണിച്ചുമുള്ള ആ ഒരു സമര പരിപാടികളുണ്ടല്ലോ, അതിനോടെന്നും ജനങ്ങൾ മുഖം തിരിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഒരു സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് സാധാരണക്കാർ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഹർത്താലുകളോ കാര്യങ്ങളോ ഒന്നും ജനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആവശ്യഘട്ടങ്ങളിൽ മാത്രം, അതായത് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിഷേധം എന്നോണം മാത്രം ഹർത്താൽ ഉയർത്താം. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഹർത്താൽ ഉയർത്തുന്ന ഇതുപോലുള്ള പാർട്ടികളെ ജനങ്ങളെ ഏറ്റവും ഒരു 7 അടി അകലത്തിലായിരിക്കും നിർത്തുക. അതുപോലെ ഇപ്പം നമുക്കറിയാം മഞ്ഞക്കുറ്റി ഇട്ടിട്ട് കുറേ വർഷങ്ങളായി. ഇത്രയും നാളായിട്ടൊന്നും ചെയ്യാതെ ഇരുന്നത്. ഇപ്പം സർക്കാർ VD സതീശൻ സർക്കാർ ഈ 5 വർഷത്തിനുള്ളിൽ ഈ അതിവേഗ റെയിൽ കൊണ്ടുവന്ന അതും CPM-ന് ഒരു വലിയ അടിയായിരിക്കും അല്ലേ? തീർച്ചയായും. അത് LDF സർക്കാരിന് ഏറ്റവും വലിയ മുഖത്ത് വെക്കുന്ന അടിയായിരിക്കും. കാരണം ആ 10 വർഷം അധികാരമില്ലാതെ പുറത്തിരുന്ന UDF അത് 100 സീറ്റിന് മേളിൽ വിജയത്തിൽ അധികാരത്തിലേറി 5 വർഷത്തിനുള്ളിൽ അവർ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വികസനം കേരളത്തിൽ കൊണ്ടുവന്നാൽ ഒരു തുടർഭരണത്തിനേക്കുള്ള ഒരു വഴിവെട്ടലായിരിക്കും ഈ ഒരു വികസനത്തിൻ്റെക്കുള്ള ഒരു തീരുമാനമെടുക്കൽ. നമുക്ക് അതിലൂടെ വിളിക്കാം നവകേരളം അല്ലെങ്കിൽ വികസന കേരളം എന്ന ആ ഒരു വാക്കിലൂടെ. അതെ, ഇത് LDF-ന്റെ ഒരു ടാഗ് ലൈൻ ആയിരുന്നു. അതായത് കേരളം വികസിക്കും എന്നുള്ളത് അല്ലെങ്കിൽ നവകേരളം എന്നുള്ളത്. ശരിക്കും നവകേരളം വരാൻ പോകുന്നത് ഈ ഒരു UDF സർക്കാരിലൂടെ ഈ 2026 മുതൽ 31 വരെയുള്ള ഒരു വർഷങ്ങളിലായിരിക്കും. ഈ ഒരു 5 വർഷങ്ങളിലായിരിക്കും ഒരു കേരളത്തിലേക്കുള്ള ഒരു യാത്ര.